ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് റേഷൻ കാർഡുകളിൽ പേരുള്ള 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ റേഷൻ കാർഡുകളിൽ പേരുള്ള 60 വയസ്സ് തികഞ്ഞവർക്കായി ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് 2025 നിങ്ങളെ കാത്തിരിക്കുന്നത്. 8ഓളം വരുന്ന ക്ഷേമ പദ്ധതികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകുവാനാവും. നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അർഹതയുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. 60 വയസ്സ് തികഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. കട്ടിൽ, കമ്പിളി പുതപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഈ ആനുകൂല്യം വിതരണം ചെയ്യാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ല് വെക്കുന്നതിനുള്ള ആനുകൂല്യങ്ങളുണ്ട്. അതിനായി 10,000 രൂപയാണ് ലഭിക്കുക. മന്ദഹാസം എന്ന പദ്ധതിയിലൂടെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പാണ് ഈ ആനുകൂല്യം നൽകുന്നത്. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം അപേക്ഷ നൽകുവാനാവും. മെഡിക്കൽ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡ് തുടങ്ങിയവയെല്ലാം ഹാജരാക്കേണ്ടതുണ്ട്. പ്രായം കൂടുതലുള്ളവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വയോമധുരം എന്ന പദ്ധതി. ഇതുപ്രകാരം 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഷുഗർ പരിശോധിക്കുന്നതിനായുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. BPL റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണ് ആവശ്യമായി വരുന്നത്. അടുത്തതായി ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന ആനുകൂല്യങ്ങളാണ്. ഇവർക്കാവശ്യമായ വീൽചെയർ പോലുള്ള ഉപകരണങ്ങൾ വിവിധ ക്യാമ്പുകൾ നടത്തി അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു നൽകുന്നു. ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ 3 ചക്ര സ്കൂട്ടർ വിതരണവും കൂടി നടത്താറുണ്ട്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി കൂടിയുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് സേവനം ലഭിക്കുക. 10,000 രൂപയാണ് വായ്പ തുകയായി ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതി 60 വയസ്സ് കഴിഞ്ഞവർക്കായി നൽകിക്കൊണ്ടിരുന്ന പെൻഷനാണ്. ഇതിനായി 60 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അപേക്ഷ നൽകുവാൻ സാധിക്കും. അപേക്ഷ സ്വീകരിച്ച് അപ്രൂവൽ ആയാൽ അടുത്ത മാസം മുതൽ തന്നെ പെൻഷൻ ലഭിക്കുകയും ചെയ്യും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ നൽകുന്നതിന് സാധിക്കുക. മറ്റൊരു ആനുകൂല്യ പദ്ധതി നമ്മുടെ വീടുകളിൽ തുടർച്ചയായി അസുഖമുള്ളവർക്ക് സാമ്പത്തിക സഹായം എന്നോണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ചികിത്സയ്ക്ക് ആവശ്യമായ ചിലവുകളുടെ കണക്കുകളും മറ്റും കാണിക്കുന്ന രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകുക. ആയതുകൊണ്ട് തന്നെ ഇത്തരം ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് ലഭിക്കുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.